ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ഒന്നും പറ്റിയില്ല, നടു ഒടിഞ്ഞിട്ടേ ഉള്ളൂ. ആ കാലമാടം ഞാൻ കാണിച്ചു കൊടുക്കാം, എൻ്റെ കൈ കിട്ടും. പോസ്റ്റ്മാൻ വന്നത് എൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ ടീച്ചറമ്മയുടെ കയ്യിൽ നിന്നും കിട്ടിയനെ. എനിക്കറിയാം ഒടുക്ക ഇങ്ങനെ ഒരു മുടക്കുണ്ടാവുന്നു. പിണങ്ങിക്കോ, ഇക്കാര്യത്തിൽ പിണങ്ങിക്കോ. 3 കൂടി ഏറിയ ഒരാഴ്ച ഓരോരുത്തർക്കുള്ളതും തരാതരായി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അതങ്ങട് ഏൽപ്പിക്കുക. ഇത്തവണ ഓണത്തിന് എല്ലാവരും ഇങ്ങോട്ട് ക്ഷണിക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാനിവിടെ എത്തില്ലേ? ആയിക്കോട്ടെ. പിണങ്ങയെ പറഞ്ഞയക്കൂന്ന് മാഷ് തീർച്ചയാക്കിച്ചാ ആയിക്കോട്ടെ. സോനുമോളെ, മണിക്കൂർ ഒന്നായി റോഡിൽ കാത്തു വെക്കണു. അറിയാവുന്ന സ്ഥലമായിരുന്നെങ്കിൽ ഞാൻ അവിടെ എത്തുമായിരുന്നു. അതിന് ഈ അപ്പയൊന്ന് എഴുന്നേറ്റ് കിട്ടണ്ടേ അമ്മമ്മേ? അമ്മേ, യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? നല്ല ഖനമുണ്ടല്ലോ ഈ പ്രാവശ്യം. അമ്മ കാര്യമായിട്ടാന്ന് തോന്നുന്നു. അത് ഇങ്ങോട്ടുള്ളത് മാത്രമല്ല, പാലക്കാട്ടേക്കും എറണാകുളത്തേക്കും ഉണ്ട്. ഇങ്ങോട്ടുള്ളത് എടുത്ത് അതുപോലെ കെട്ടിപ്പോയി തന്നേക്കണം. ഏതായാലും കൂടുതൽ ഇങ്ങോട്ട് എടുക്കും. എയർ ബസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കുണ്ടിലും കുഴിയിലും കുത്തി കുലുങ്ങി നടുവനക്കാൻ വയ്യ. ഇനി മടക്കയാത്ര ഓർക്കുമ്പോഴാ. എന്തിനാ ധൃതിപ്പെട്ട ഒരു മടക്കം? കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോയാ മതി അമ്മ. നല്ല കാര്യായി. നീ നാളെ തന്നെ ടിക്കറ്റ് കിട്ടുമോ നോക്കണം. പാലക്കാട്ടേക്ക് 2 ചെന്നെത്തുമ്പോഴേക്കും വീടൊരു വകയാക്കും. ആ കാളിയേ. വന്ന് കയറിയതല്ലേ ഉള്ളൂ, പോകുന്ന കാര്യമൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. അമ്മ ചായ കുടിക്കേ. ഇവര് പറയുന്നപ്പോ നേര് തന്നെയാ. നേരെ എത്രയായിട്ടും ഒന്ന് കുളിച്ചിട്ട് അടുക്കള കയറാൻ വയ്യ നിനക്ക്? കുഴിമടിച്ചു തന്നെ. വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയായി ഇത്. നിന്നെ കണ്ടാ ഇവളും പഠിക്കുക. നോ അമ്മമ്മേ, ഐ വേക്ക് അപ്പ് എവറി മോർണിംഗ് at 4:30. നീയോ എടി വാചേടിയൊക്കെ നിർത്തിയിട്ട് ചെന്ന് സ്കൂളിൽ പോകാൻ നോക്ക്. അമ്മ വിശേഷമൊക്കെ പിന്നെ ഒരല്പ സ്വാതന്ത്ര്യം കൊടുത്താൽ ഇവളാള് പെശകാമേ. ഇത് പാലക്കാട്ട് മെല്ലെ. പിന്നെ ഇത് അരിയുണ്ട. ഇത് നെയ്യം. ഓ, ചക്ക വരട്ടിയത്. ചക്ക വരട്ടിയതോ? നന്നായി. നമ്മുടെ വരിക്കപ്ലാവിലെ നാളികേരം വലിക്കാൻ അവനെ കിട്ടിയപ്പോ കയറ് കെട്ടിച്ചിറക്കിയതാ. അതുകൊണ്ട് കിട്ടിയതാ. ഒരു ഉയരത്തിലല്ലേ. ഇവിടെയും കിട്ടും ചക്ക, പക്ഷെ എന്താ വില? 2 ചുള ചക്കയ്ക്ക് 20 രൂപ അമ്മേ. അമ്മ ഇങ്ങ വാ, അത് അമ്മ നോയിക്കോളും. ഞാനിത് പുറത്തേക്ക് കൊടുക്കുന്നതാ. നോക്കട്ടെ നോക്കട്ടെ. അസോസിയേഷൻ വാർഷികത്തിന്റെ വെൽക്കം സെറിമണിക്ക് എല്ലാവരും കേരള മോഡൽ സെറ്റുമുണ്ടല്ലോ അമ്മമ്മേ. സാരി ചുറ്റാൻ അറിയില്ലെങ്കിൽ ഞാൻ ഔട്ടാവും. ഹായ്, ഇപ്പൊ നല്ല ഒത്ത സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഫംഗ്ഷന് മോളായിരിക്കും ഒന്നാമത്. മുത്തച്ഛനോട് ചെന്നിട്ട് പറയുന്നുണ്ട് ഞാൻ സോനുമോള് സാരി എടുത്തു. ഓണത്തിന് വരുമ്പോ അമ്മമ്മ സെറ്റുമുണ്ടും വാങ്ങി വെക്കും. മുത്തച്ഛന് കാണണ്ടേ? അമ്മമ്മേ, മുത്തശ്ശന് നല്ല കൂട്ടായിരുന്നു. പിന്നെ വഴക്ക് കൂടിയിട്ടേ ഇല്ല. വഴക്കില്ലേന്നോ? ഒരു ദിവസം എങ്ങാൻ മൂപ്പരെ പിരിഞ്ഞ് വല്ല കല്യാണത്തിനോ ബന്ധുവീട്ടിലോ പോയാൽ പിന്നെ വഴക്കായി ദിവസങ്ങളോളം മിണ്ടില്ല. വലിയ പാടായിരുന്നു ഒന്ന് ഇണങ്ങി കിട്ടാൻ. എപ്പോഴും ഞാൻ അരികെ തന്നെ ഉണ്ടായിരിക്കണം. മൂപ്പർക്ക് എപ്പോഴാ നിങ്ങൾ ആദ്യം കണ്ടേ? എവിടെ വെച്ചാ? ഞാൻ മൂപ്പരെ ആദ്യമായി കാണുന്നത് ചാലിയാർ പുഴയിലെ കടത്തുതോണിയിൽ വെച്ച. കടവിനക്കരെ ഭാഗവതരുടെ വീട്ടിലായിരുന്നു പാട്ട് പഠനം. അന്ന്
നേരം വൈകി എത്തിയപ്പോഴേക്കും വഞ്ചി എടുത്തിരുന്നു. അത് ജീവിതത്തിലേക്കുള്ള പിടിച്ചു കയറ്റലാണെന്ന് അന്ന് അറിഞ്ഞിരുന്നില്ല. പിന്നെ എപ്പോഴാ ലവ് ആണെന്ന് പറഞ്ഞേ? ആരാദ്യം പറഞ്ഞേ? അമ്മമ്മേ. അതും മൂപ്പർ തന്നെ. ഒരു ദിവസം ഇഷ്ടം മനസ്സിൽ വെച്ച് അടക്കാനാവാതെ മൂപ്പർ അങ്ങോട്ട് തുറന്നു പറഞ്ഞു. അതും ചാലിയാറിന് നടുക്ക് വെച്ച് തന്നെ. നല്ല മഴയുള്ള ദിവസം. കുഞ്ഞാലിക്കല്ല, ഞാൻ കേറ്. അപ്പോഴേ ഈ തോണിയിലേക്കൊരു ദിവസം കൈപിടിച്ച് കയറ്റിയതാ ഞാൻ. ഇനിയൊരു കൈ നീട്ടിയാൽ ജീവിതത്തിലേക്കും കയറി വരാം. നടുപ്പുഴയിൽ വെച്ച് ഇക്കാര്യം പറയാൻ തോണി ഒപ്പിച്ചതും കുഞ്ഞാലക്കയോട് ചേർന്നുള്ള ഒത്തുകളിയായിരുന്നു. ഞങ്ങളെ ഒരുമിപ്പിച്ച പുഴ തന്നെയാ ഒടുക്കം. ഞങ്ങളെ വേർപിരിച്ചതും. മറിഞ്ഞ തോണിയിലെ കുട്ടികളെ രക്ഷിക്കാൻ ചാടിയതായിരുന്നു. കുറേ കുട്ടികളെ രക്ഷിക്കുകയും ചെയ്തു. പെട്ടെന്ന് അടിയൊഴുക്കിൽപ്പെടുകയായിരുന്നു. കാഴ്ചന്ന് പിരിഞ്ഞെന്നേ ഉള്ളൂ. മനസ്സിലിപ്പോഴും പിരിയാതെ കൂടെയുണ്ട്. പിണങ്ങിയും ഒക്കെ. അമ്മമ്മ നോക്കിക്കോ, ഞാനും പ്രേമിച്ച കല്യാണം കഴിക്കും. അല്ലാതെ അപ്പയും അമ്മയും പോലെ എപ്പോഴും അടിപിടി കൂടി. എനിക്കിഷ്ടമുള്ള ആളെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. അമ്പടി, നിന്റെ അച്ഛനും അമ്മ ഇത് കേക്കണ്ട. मैं आने के पहले जरूर फोन करूंगा. ओके सर. പിള്ളേ, ഒടുക്കം സാഡ്ജി സ്പോൺസർഷിപ്പ് ഏറ്റു. അങ്ങനെ പകുതി തലവേദന ഒഴിഞ്ഞു. ഓ, പിള്ളേ, ഇതാണ് മീനാക്ഷിയുടെ അമ്മ. ഇരിക്കെ. അമ്മേ, ഇത് രവീന്ദ്രൻ പിള്ള, PWD എഞ്ചിനീയറാണ്. ഇവിടുന്ന് 3ാമത്തെ വീടാണ്. മാത്രമല്ല ഞങ്ങളുടെ മലയാളി അസോസിയേഷന്റെ ട്രഷറുമാണ്. അമ്മ കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ നാട്ടിൽ പോയതായിരുന്നു. നാട്ടിലെവിടെയാ? ചെങ്ങന്നൂരാ. വർഷം കുറെ ആയി ഇവിടെ തന്നെ. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട് മാംഗ്ലൂർ തന്നെ. അല്ലേ സതീശ? അതുകൊണ്ടാ നിങ്ങൾക്ക് ഈ മലയാള സ്നേഹം കൂടുതൽ. അവിടെ ഇപ്പോ ആർക്കത് വേണ്ടാതായി. ആ, ചായ കഴിച്ചോ? വേണ്ട, കുടിച്ചിട്ട് ഇറങ്ങിയേ ഉള്ളൂ. അയ്യോ അമ്മേ, ഇതൊക്കെ നിമിഷം സന്ദർശകരാ. എപ്പോഴും ചായ എടുക്കാൻ പോയാൽ അടുക്കള പൂട്ടേണ്ടി വരും. ലുക്ക് മിസ്റ്റർ ബിലാൽ, ഐ നോ യുവർ പ്രോബ്ലംസ്. ബിസിനസ്സിൽ ലാഭവും നഷ്ടമൊക്കെ പതിവാണ്. അതല്ല എൻ്റെ കൂടപ്പിറപ്പാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എനിക്ക് വേണ്ട കോടികളുടെ നഷ്ടങ്ങളൊക്കെ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് വേൾഡ് വൈഡ് റിസഷൻ. അതാ ഷെയർ മാർക്കറ്റ് ക്രാഷായത്. ഇറ്റ് വിൽ ബൂം അപ്പ് വിത്തിൻ മന്ത്സ്. ഷെല്ലിയുണ്ട് കൂടെ, അവർക്ക് ചെറിയ ഷോപ്പിംഗ്. കാക്കാൻ നമുക്ക് ദിവസങ്ങൾ. ഓർ വിത്തിൻ വീക്സ് മാർക്കറ്റ് വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഹലോ കൊട്ടിയിരിക്കുന്നു പോസ്റ്റേഴ്സ്. ഫോണെന്ത് വിളിച്ചു? ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോ ഓർക്കണായിരുന്നു. അതെ, ബിസിനസ്സിൽ ലാഭം നഷ്ടമൊക്കെ പതിവാണ്. അതറിയാവുന്ന ബിസിനസ്സിൽ നീ എന്നെ ബിസിനസ് സ്ട്രാറ്റജി ഒന്നും പഠിപ്പിക്കണ്ട. വേണമല്ലോ. എന്റെ പപ്പയുടെ കാശുകൊണ്ടല്ലേ രവി കളിച്ചത് മുഴുവൻ. ഞാൻ കെഞ്ചി നടന്നൊന്നുമല്ല നിന്റെ പപ്പയുടെ പുറകെ. പ്രൊപ്പോസൽ അവതരിപ്പിച്ചു, ലാഭം കിട്ടുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത്. അല്ലാതെ തണ്ണിലോട്ടുള്ള പ്രിയം കൊണ്ടൊന്നുമല്ല. തെറ്റ്, എല്ലാം എന്റെ തെറ്റ്. ഞാൻ എന്റെ പപ്പയോട് ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേണ്ടെന്ന് എത്ര നിർബന്ധിച്ചിട്ടും നിങ്ങളെ സ്നേഹിച്ച് വിവാഹം കഴിച്ചത്. അതിപ്പോഴറിയുന്നേ? ക്യാമ്പസ് ലൈഫിൽ റോമിയോ ജൂലിയറ്റായി നീ എന്റെ പുറകെ കൂടിയപ്പോഴൊക്കെ നിന്റെ സ്വർഗീയ സൗന്ദര്യത്തിൽ മതിമയങ്ങിയെന്നാണോ? അന്നേ ഐ എം എ ബിസിനസ് മാൻ.
ബന്ധം കൂട്ടി ഉറപ്പിച്ചത് പാതിമുക്കാലും നിന്റെ അല്ല എന്റെ അമ്മായിയപ്പന്റെ പണക്കൊഴുപ്പോട്ട് തന്നെ. യ്യോ, കുട്ടികൾക്ക് ഡാഡി എന്ന് വിളിക്കാൻ ഒരാള് വേണ്ടതായി പോയി. ഇല്ലെങ്കിൽ പറഞ്ഞതിന് ഞാൻ കാണിച്ചു തരുമായിരുന്നു. ഓ, shut up. ഹലോ സതീഷേട്ടാ. എവിടെ നമ്മുടെ അളിയിച്ചാൽ? ആള് ബിസിനസ് ടെൻഷനില്ല. എന്നാ ഒരു ടെൻഷനോടെ പിടിച്ചോളാൻ പറ. അമ്മ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് പ്രവേശിക്കാം. സതീഷേട്ടാ വിളിച്ചേ. ഇയാളുടെ അമ്മ മാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ടെന്ന്. ആ സുജയ്, ഞാൻ സതീഷേട്ടനാ. അമ്മയെ ബസ്സിലെടുത്തിട്ടുണ്ട്. അതെ, പതിവ് ബസ്സിൽ തന്നെയാ. നിൽക്കേ, ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മേ. ആ മോളെ, ഇല്ല അടുത്തോ ഒരു കന്യാസ്ത്രീയാ. ഞാനങ്ങ് എത്തിക്കോളാം. നീ കാറുമായിട്ടൊന്നും വരണ്ട. ആ ശരി ശരി. സുജ കാറുമായിട്ട് വന്നോളാന്ന്. പാലക്കാട്ടുനിന്ന് മോളാ. അമ്മേ, ബസ് എടുക്കാറായി. ലഗേജ് ഇറക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇറങ്ങിക്കോട്ടെ. അവിടെ ചെന്നിട്ട് അമ്മ വിളിക്കണം. ഓക്കെ അമ്മ. അങ്ങോട്ടിരുന്നോളൂ. കൊച്ചുവിട്ടാവില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാം. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. ഓ അയ്യോ വിളയാടാതമ്മ, കഴിക്കും മോളെ. ഇല്ലെങ്കിൽ ചേച്ചി എന്നെ വളക്ക് പറയും. അമ്മമ്മേ, ചിത്ര കാറിൽ നിന്ന് ബാഗ് എടുക്കും. അല്ല, കുട്ടികൾക്ക് ഈ പാക്കറ്റ് ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. വയറ് ചീത്തയാക്കണതിന് പകരം നല്ലത് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തൂടെ നിനക്ക്? ഉണ്ടാക്കി കൊടുക്കാത്ത കുഴപ്പമേ ഉള്ളൂ അമ്മേ. അതിനെന്തെങ്കിലും കഴിച്ചിട്ട് വേണ്ടേ അമ്മേ? ടിവിയിൽ പരസ്യം കണ്ടതി പിന്നെ ഇതിന് വലിയ പ്രിയ. വെറുതെ അമ്മമ്മ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരാൻ പറഞ്ഞ മമ്മിക്ക് എവിടെയാ നേരം? എപ്പോഴും മേക്കപ്പ് ഇടലല്ലേ? ആണോ? അമ്മമ്മ ഇനി ചോദിക്കണ്ട കേട്ടോ. വേണ്ടേ നിനക്കിത്? കഴിക്ക്. അമ്മമ്മ ഇങ്ങ് വന്നേ. ഒരു ഇത് മുഴുവൻ കഴിച്ചിട്ട് പോ ഗോപു. മതി. വാ അമ്മമ്മേ. ആ, ഇത് മോളുണ്ടാക്കിയതാ? ഇനി വേറെയുമുണ്ട്. അയ്യോ, സാരല്ല അമ്മമ്മേ, അതിപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കാം. ഓ മോളെ ഇടുവാ. മോൾക്കൊരു വിശേഷം കേക്കണ്ടേ? നമ്മുടെ നന്ദിനി പശുവേ മോൾക്ക് കളിക്കാൻ നല്ലൊരു മണിക്കുട്ടിരെ തന്നിട്ടുണ്ട്. ഹായ്, എനിക്ക് കാണാൻ കൊതിയാവുന്ന അമ്മാമ്മേ. ഓടി നടക്കുന്നുണ്ടോ? പിന്നെ ഇത്തവണ ഓണത്തിന് വരുമ്പോ മോൾക്ക് കളിക്കാൻ അവനുണ്ടാവും. നിന്നെ പ്രത്യേകം കാണിക്കണമെന്ന് പറഞ്ഞിരിക്കാം മുത്തശ്ശൻ. ഓണം വെക്കേഷൻ ഇനി സമയല്ലേ? അമ്മമ്മ പോകുമ്പോ ഞാനും വരട്ടെ. അയ്യോ, അപ്പൊ ക്ലാസ് പോവില്ലേ? ഓ, അപ്പളേക്കും അതൊക്കെ എടുത്തങ്ങ് പരത്തിയോ? ഇനി അതിന്റെ പുറത്തിരുന്നു. ഹോംവർക്ക് എത്രയാ തീർക്കാനുള്ളതെന്ന് അറിയാവോ? എന്റെ സുജി, തിരിഞ്ഞോടോ മറിഞ്ഞോടും അതിനിങ്ങനെ ചീത്ത പറഞ്ഞാലോ? കൊച്ചുകുട്ടിയല്ലേ അവളെ. അമ്മയ്ക്ക് അതും ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാ മതി. ആരുടെയൊക്കെ കയ്യും കാലും പിടിച്ച് എത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാ ആ സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടിയെന്ന് അറിയാവോ അമ്മയ്ക്ക്? ക്ലാസ് ടെസ്റ്റിൽ ഒരു മാർക്ക് കുറഞ്ഞാൽ മതി, അപ്പൊ ഡിസ്മിസാ. അവിടെയൊന്ന് കുട്ടികൾ കയറി പറ്റാൻ പണച്ചാക്കുമായി കാത്തു കിടക്കുക ഓരോരുത്തര്. വേഗം കുളിച്ചിട്ട് വന്ന് പഠിക്കും. അപ്പോ നാമം ചൊല്ലണ ഏർപ്പാടൊന്നുമില്ലേ? നാമം ചൊല്ലണു. പഠിക്കാനുള്ളതിന് തന്നെ സമയം തികയണില്ലമ്മേ. The Tennessee Terminator Rudolph was born on June 23, 1948. A clerk with the Tennessee. നിന്റെ മുടിയൊക്കെ പോയല്ലോ മോളെ. അമ്മയുടെ കാലത്തെ പോലെയല്ല. ഇന്ന് പാട്ടുപാടുന്ന കുട്ടികൾക്ക് നിറയെ അവസരങ്ങളാ TV വന്നതോടെ. എന്തവസരം? ഇതൊക്കെ സംഗീതത്തെ സ്നേഹിച്ചാണോ? പാവം കുട്ടികള്. കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കണ മാതിരി കാശുണ്ടാക്കാൻ ഒരേർപ്പാട്. ആ ദേ ഗൗതമേട്ടൻ വന്നു. അമ്മ എത്തിയോ? ആ ദേ ഇതാണോ നേരത്തെ എത്തുമെന്ന് പറഞ്ഞത്? ഇവിടുത്തെ കണക്കിൽ ഇത് മണിക്കൂറുകൾ നേരത്തെയാ. യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ, ഇങ്ങോട്ട് പകലായതുകൊണ്ട് ഉറക്കം പോയില്ല. Daddy. ദാ. Thank you, Daddy. ആഹാ, ഇത് പതിവ് പരിപാടിയല്ലേ? ഇങ്ങനെ മിഠായി തിന്നാലേ തൊണ്ണിയായി പോകും. ഡാഡി, ഹോംവർക്ക് ഞാൻ നാളെ രാവിലെ ചെയ്തോളാം. ഇന്ന് അമ്മമ്മ വന്നതല്ലേ, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. നോ ഫസ്റ്റ് ഫിനിഷ് യുവർ ഹോംവർക്ക്. കളിയൊക്കെ പിന്നെ. എന്നാ
ഞാൻ ഇന്ന് അമ്മാമ്മയുടെ കൂടെ കിടന്നോളാം. പ്രോമിസ്? പ്രോമിസ്. അമ്മമ്മ വന്നതോടെ കളി മാത്രമായോ നിനക്ക്? മതി, ടോയ്ലറ്റിൽ പോയി വന്ന് കിടക്ക്. നാളെ സ്കൂളുള്ളതാ. നേരത്തെ വന്നാലും വീട്ടിലിരുന്നും ജോലി തന്നെയാ. നാളെ ആയാലും ഞാൻ തന്നെ ചെയ്യണ്ടമ്മേ. ആ, മോന്റെ ഈ കഠിനാധ്വാനാണ് മോന്റെ ഈ വളർച്ചയും. അതും നല്ലത്. ഒരാളുടെ മാത്രം കഠിനാധ്വാനമല്ല, എൻ്റെ സപ്പോർട്ടുണ്ട് അല്ലേ? അങ്ങനെയാ വേണ്ടത്. പുരുഷന്റെ എല്ലാ ഉയർച്ചയ്ക്കും പിന്നിൽ ഭാര്യയുടെ പിന്തുണ വേണം. മോൾക്ക് വലുതാവുമ്പോ ആരാകണം? എനിക്ക് ഡോക്ടർ ആയാൽ മതി. എഞ്ചിനീയർ ആവുമ്പോ വെയിലും കൊള്ളണം, പൈസയും കുറവാ. ഡോക്ടർ ആയാൽ നല്ല പൈസ കിട്ടുമെന്നാ ഡാഡി പറയുന്നത്. മോൾക്ക് എന്തിനാ അത്ര പൈസ? ഡാഡി എന്നെ പഠിപ്പിക്കാൻ ചെലവാക്കുന്ന പൈസ എനിക്കും ഉണ്ടാക്കണ്ടേ അമ്മമ്മേ? അതും വേണം. ഓ, ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കലായിരുന്നല്ലേ തിടുക്കപ്പെട്ട ജോലി. നിങ്ങൾക്ക് ഇതിനല്ലേ വേണ്ടു എന്നെ, ഇതിന് മാത്രം.